ഗൈസ്, അങ്ങനെ മുംബൈ സിറ്റി FC-ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. ഏറെ ആരാധകർ കാത്തിരുന്ന ഈ സീസണിലെ ഒരു മത്സരമായിരുന്നു മുംബൈ സിറ്റി FC പോരാട്ടം എന്നുള്ളത് നമുക്കറിയാം. ആ ഒരു മത്സരത്തിൽ 2-0 എന്ന് പറയുന്ന ഒരു സ്കോറിൽ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു മത്സരത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു, അപ്പം വളരെ പ്രതീക്ഷയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് നമുക്കൊരു വിജയം സ്വന്തമാക്കാൻ സാധിക്കുമോ? 2-0, അതും ക്ലീൻ ഷീറ്റോട് കൂടി ഒരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ രണ്ട് സ്ട്രൈക്കർമാരും സ്കോർ ചെയ്തിട്ടുള്ള ഒരു മത്സരമാണ് എന്നുള്ളതാണ്. അതിലും നമ്മുടെ ഈ ഇപ്പോൾ ഒരു സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി എനിക്ക് ഈ ഒരു മത്സരം കഴിഞ്ഞ് തിരിച്ചു പോകണം. എൻ്റെ ബസ് 11:30-ക്കാണ്. അപ്പം ഇപ്പം സമയം 11 മണിയായി. ഈ ഒരു ഗ്യാപ്പിൽ വന്നിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു പരിമിതികളൊക്കെ ഉണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൽ വന്നിരുന്നത്. സോ ഓക്കെ, ഏതായാലും കാര്യത്തിലേക്ക് വരുന്നൊരു സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു നല്ല മത്സരം നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ദിമിയും പെപ്രയും സ്കോർ ചെയ്തു. നമ്മൾ ആദ്യം ഒരു ഗോൾ സ്കോർ ചെയ്തതിന് ശേഷം എന്താ പറയുക, നമ്മൾ കുറച്ചൊന്ന് ഡൗൺ ആയിരുന്നു മത്സരത്തിൽ എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു 1-0 എന്നുള്ള ഒരു നിലയിൽ നിൽക്കുന്ന ഒരു സമയത്ത് ആദ്യത്തെ ഒരു ഗോളിലേക്ക് വരുന്നൊരു സമയത്ത് ദിമിയുടെ ഒരു ബ്യൂട്ടിഫുൾ ഗോൾ, അത് പെപ്രയാണ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ പെപ്രയുടെ പെർഫോമൻസ്, ആക്ച്വലി അദ്ദേഹം ഗോൾ അടിച്ച ആ രണ്ട് മത്സരത്തിലും ഓവറോൾ അദ്ദേഹം നടത്തുന്ന പെർഫോമൻസ് കിടിലമാണ്. ഇപ്പോൾ ഗോൾ അടിച്ചുകൊണ്ട് ഞാൻ പറയില്ല, കാരണം അദ്ദേഹം ഇന്നത്തെ മത്സരത്തിൽ എനിക്ക് ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. ഡിഫെൻസീവ്ലി ആണെങ്കിലും അദ്ദേഹം നടത്തിയ നല്ല മൂവ്സ് ആണെങ്കിലും ഒക്കെ എടുത്തു പറയണം. അതിലും നമുക്ക് ഞാൻ ആക്ച്വലി ആഗ്രഹിച്ചിരുന്ന ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു 0-0 അല്ലെങ്കിലും പിരിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ നമ്മളൊരു യൂട്ടിലൈസ് ചെയ്തൊരു ഗോൾ സ്കോർ ചെയ്യുക എന്നൊരു ലെവലിലേക്ക് വരുമെന്നുള്ളതായിരുന്നു. പക്ഷെ നമ്മൾ ആദ്യ പകുതിയിൽ 1-0 എന്നുള്ള നിലയിലേക്ക് അവസാനിക്കാൻ പോകുന്നൊരു സമയത്താണ് ഒരു രാഹുലിൻ്റെ ഒരു സൂപ്പർ ചാൻസ്, അത് കിഡിലൻ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷെ അത് പുറത്തേക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. കാരണം അത് കൂടി നമ്മൾ അടിച്ചിരുന്നതിൽ നമ്മൾ ഗെയിം കില്ല് ചെയ്യുന്ന തരത്തിൽ തന്നെ നമുക്ക് സെക്കൻഡ് ഹാഫിൽ പോകാമെന്നുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ്. ഞാനപ്പം ഇങ്ങനെ അതിൻ്റെ ഒരു നിരാശ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നമ്മൾ സ്റ്റേഡിയത്തിൽ ഇരുന്നാണല്ലോ കളി കാണുന്നത്. അപ്പം നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഓരോന്നും ഇങ്ങനെ അവലോകനം നടത്തിയിട്ട് ഇങ്ങനെ ഇത് ചെയ്യാൻ മതി. കാരണം സ്റ്റേഡിയത്തിലെ കാര്യങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്ന സമയങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെ ഒരു മൊമെന്റ് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ഇത് കേട്ടുന്നതും എന്താ പറയുക, ആ ഒരു ദിമിയുടെ ആ ഒരു മൂവ് സംഭവിക്കുന്നത് കാണുന്നതും. അങ്ങനെ അത് പെപ്ര മനോഹരമായിട്ട് സ്കോർ ചെയ്തു. അങ്ങനെ ആദ്യ പകുതിക്ക് പിരിയുന്ന സമയത്ത് തന്നെ നമുക്ക് 2-0 എന്ന് പറയുന്നൊരു ലെവലിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ ഒരു മത്സരത്തിലേക്ക് പോകുമ്പം പൊസഷനൊക്കെ എനിക്ക് തോന്നുന്നു 33% മറ്റേ ഉള്ളൂ. മുംബൈ സിറ്റി അതിനേക്കാൾ എത്ര 67% മറ്റേ ഉണ്ട്. പക്ഷേ അവർ ഏതാണ്ട് ഒരു ഷോട്ടോ ടാർഗറ്റോ മറ്റേ ഉള്ളൂ. KBC 3 ഷോട്ട് ഓൺ ടാർഗറ്റ്, അതിൽ രണ്ടും സ്കോർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഈ ഒരു മത്സരത്തിൽ ഡയാസ് ആദ്യ പകുതിയിലൊക്കെ അത്യാവശ്യം 1-2 ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടായി. പക്ഷെ രണ്ടാം പകുതി പുള്ളിക്കാരനെ കണ്ടതേ ഇല്ല. ഏതായാലും ആദ്യ ലെഗിൽ മുംബൈയിൽ പോയിട്ട് നമ്മളൊരു പരാജയം നേരിടേണ്ടി വന്നിരുന്നു. അതിൽ നമുക്കറിയാലോ, സെക്കൻഡ് ഹാഫിൻ്റെ അവസാന നിമിഷമൊക്കെ കഴിയുന്ന സമയത്ത്, അല്ലെ 90 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് മാക്സിമം അവർ ഓസ്കാർ അവാർഡ് നേടിയാണ് മുംബൈ സിറ്റി FC വിജയിക്കുന്ന തരത്തിലേക്ക് പോയത്. ഏതായാലും ഓസ്കാർ അവാർഡൊന്നും നേടേണ്ടി വന്നില്ല. കൃത്യമായിട്ട് കളിച്ചു, കൃത്യമായിട്ട് ആ ഒരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു തരത്തിലുള്ള 2 ഗോളിൽ ലീഡ് ചെയ്ത് നിൽക്കാമെന്നും പറഞ്ഞ് അങ്ങനെ വലിയ രീതിയിലുള്ള ടൈം വേസ്റ്റിങ്ങോ അങ്ങനെ പല പ്ലേയേഴ്സിന് ഇഞ്ചുറി ഒക്കെ പറ്റിയിരുന്നു. പക്ഷേ ആ രീതിയിലേക്കുള്ള ഇതിലേക്കൊന്നും പോയില്ല. നല്ല അന്തസ്സായിട്ട് തന്നെ കളിച്ച് വിജയം സ്വന്തമാക്കാൻ സാധിച്ചു. പിന്നെ ഡിഫൻസ് ആണ് ഈ ഒരു മത്സരത്തിലെ എടുത്തു പറയേണ്ട ഫാക്ടർ. സോളിഡ് ഡിഫൻസ് ആയിരുന്നു ലെസ്കോവിച്ച്. ആ ഒരു ഡിഫൻസിൽ ഞാൻ ലെസ്കോവിച്ചിനെ ഇങ്ങനെ വാച്ച് ചെയ്യുമായിരുന്നു. ഈ ഒരു മത്സരത്തിൽ ഓരോ മൊമെന്റും ഇങ്ങനെ ലെസ്കോവിച്ചിനാണ് ഏറ്റവും കൂടുതൽ. കാരണം അദ്ദേഹം ആ ഡിഫൻസിലെ ആ ഒരു ലീഡർഷിപ്പ്, അദ്ദേഹം ആ ഒരു ഗോൾ കീപ്പറെ ആണെങ്കിലും മറ്റു ഡിഫൻഡേഴ്സിനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം പറഞ്ഞു കളിപ്പിക്കുക എന്ന് പറയുക, അല്ലെങ്കിൽ അവരുടെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെയുള്ള കാര്യത്തിൽ അദ്ദേഹം ബ്രില്യൻ്റ് ആയിട്ട് അത് ഹാൻഡിൽ ചെയ്തു എന്നുള്ളത് വളരെ ഇമ്പ്രസീവ് ആയിരുന്നു. അത് തന്നെയാണ് ഡിഫൻസ് വളരെ സോളിഡ് ആയിരുന്നു, ഒരു തർക്കമൊന്നുമില്ല. ഡിഫൻസ് അത്രയും സോളിഡായിട്ട് തന്നെയാണ് മുംബൈ പോലുള്ള ടീമിനെതിരെ അവരുടെ ആ ഒരു നമുക്കറിയാം അൺബീറ്റനായിട്ട് മുന്നേറിക്കൊണ്ടിരുന്ന ടീമാണ്. ലാസ്റ്റ് മാച്ച് മോഹൻ ബഗാനൊക്കെതിരെ വിജയിക്കാൻ സാധിച്ചു. അവർക്കെതിരെ ഈ ഒരു വിജയം KBCക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് എന്നുള്ളതാണ്. ഗോവയ്ക്കൊപ്പം 23 പോയിന്റോട് കൂടി നമ്മൾ മുന്നിൽ നിൽക്കുകയാണ്. ഐ എം സോ ഹാപ്പി. ഈ ഒരു സമയത്ത് ഇനി എനിക്ക് വീട്ടിൽ പോയി നാളെ ഒന്ന് വീഡിയോ ചെയ്യുന്നതിനേക്കാൾ ഇപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ ചെയ്യാണ്. ഇനിയിപ്പോൾ മാച്ച് ഒന്നും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ മാച്ച് ഡേ വ്ളോഗ് വരുന്നുണ്ട്. അതെന്തായാലും ഞാൻ ഇനി പോകുന്ന വഴിയൊക്കെ എഡിറ്റ് ചെയ്തിട്ട് നാളെ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇപ്പം പെട്ടെന്ന് എനിക്കത് ചെയ്യണം തന്നെ, അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ സെറ്റപ്പിൽ തന്നെ നിങ്ങൾക്ക് വന്ന് പെട്ടെന്നൊരു ചുരുങ്ങിയ സെറ്റപ്പ് വീഡിയോ ചെയ്ത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ പറ്റിയ കാര്യമാണ്.